അപ്പോൾ ഇതൊക്കെയാണ് ഇലിമ്പൻപുളി അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ. എല്ലാവരുടെയും ഒരു തെറ്റായ ധാരണയാണ് ഇലിമ്പൻപുളി കൂടുതൽ ആരും കഴിക്കാൻ പാടില്ല എന്ന്. ഇലിമ്പൻപുളി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ചേച്ചിയുടെ വീട്ടിലുള്ളതാണ്. അത് ചെറുതായിട്ട് ഇച്ചിരി വഴറ്റി കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് വേണം നമുക്ക് ഇലിമ്പൻപുളി ഇടാം. കാര്യം ഇലിമ്പൻപുളിക്ക് അധികം വേവൊന്നും ഇല്ലാത്തതാണ്. കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നമുക്ക് ഉപ്പിടാം. പിന്നെയും ഞാൻ പറയാണ് തീ ഓഫ് ചെയ്തിടണം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു തരണികാമറിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു ഇരുമ്പൻപുളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ വീട്ടിൽ ആരും ട്രൈ ചെയ്ത് വെക്കാൻ മറക്കണ്ട, അത്രയ്ക്ക് അടിപൊളി ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ ടിപ്സ് അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. അപ്പം മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്തിരിക്കണേ ഈ വീഡിയോ. പിന്നെ ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ഇടാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണം കേട്ടോ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഇലിമ്പൻപുളി അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ. ഇലിമ്പൻപുളി, വെളുത്തുള്ളി, കാന്താരി മുളക്, വെള്ള കാന്താരിയും പച്ചക്കാന്താരിയും, പിന്നെ കരിവേപ്പില. പിന്നെ ഇടുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു. ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകട്ടെ. ചൂടായതിനു ശേഷം നമുക്കതിനകത്ത് നല്ലെണ്ണയാണ്, നല്ലെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കടുകിടാം. എല്ലാവരുടെയും ഒരു തെറ്റായ ധാരണയാണ് ഇലിമ്പൻപുളി കൂടുതൽ ആരും കഴിക്കാൻ പാടില്ല എന്ന്. അത് ശരിയാണ്. ഇലിമ്പൻപുളി കൂടുതൽ ആരും കഴിക്കരുത്. കാര്യം അത് ജ്യൂസ് അടിച്ച് കുടിക്കരുതെന്നേ ഉള്ളൂ. അല്ലാതെ ഇലിമ്പൻപുളി അത്യാവശ്യം അത് നമുക്ക് വേണ്ട ഒരു സാധനം തന്നെയാണ്. ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ പിടിച്ചതാണ് കേട്ടോ. ഇലിമ്പൻപുളി ഞങ്ങളുടെ വീട്ടിൽ പിടിച്ചതല്ല. ഇലിമ്പൻപുളി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ചേച്ചിയുടെ വീട്ടിലുള്ളതാണ്. പിന്നെ കാന്താരിയൊക്കെ ഞങ്ങളുടെ വീട്ടിലുള്ളതാണ്. കാന്താരി, കരിവേപ്പിലയെല്ലാം ഞങ്ങളുടെ വീട്ടിലുള്ളതാണ്. ഉലുവ തീ ഇച്ചിരി കുറയ്ക്കാൻ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇടുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇച്ചിരി വഴണ്ട് വരണം. ഇച്ചിരി കൂടുതലുണ്ട് വെളുത്തുള്ളിയും കാന്താരിയും ഇച്ചിരി കൂടുതൽ എടുത്തിരിക്കുകയാണ്. കാര്യം ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി വെളുത്തുള്ളി അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഇതാ. ഈ വെളുത്തുള്ളി അച്ചാർ കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഞാനേ കൂടുതൽ കഴിക്കാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ അച്ചാർ കഴിക്കുന്നത്. പിന്നെ കാന്താരി അച്ചാറൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചിലർ പറയും കാന്താരികളൊന്നും കൂടുതലൊന്നും ഉപയോഗിക്കരുതെന്ന് പറയും. പക്ഷെ എന്ത് പറഞ്ഞാലും ഞാൻ കാന്താരി എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച കാന്താരിയാണ്. പിന്നെ ഞങ്ങളുടെ മാമിയൊക്കെ ഇടയ്ക്കൊക്കെ വെച്ച് കൊടുത്തുവിടും. മാമിയുടെ വീട്ടിൽ ഭയങ്കര കാന്താരി കൊണ്ട് തോനെയുണ്ട് അവിടെ. അത് മാമി എപ്പോഴും കാന്താരിയൊക്കെ വെച്ച് കൊടുത്തുവിടും, വഴുതലങ്ങ വെച്ച് കൊടുത്തുവിടും. വെളുത്തുള്ളി ഇച്ചിരി നല്ലോണം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണയ്ക്കകത്ത്. അത്യാവശ്യമൊക്കെ ഇച്ചിരിച്ചൊക്കെ ഇലിമ്പൻപുളിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിനകത്ത് അച്ചാറൊക്കെ ഇട്ട് കഴിക്കാം കേട്ടോ, നല്ലതാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. കാന്താരി ഇട്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ടേ. കളറൊക്കെ ഉണ്ടോ, പല കളറ് കാന്താരിയൊക്കെ ആയതുകൊണ്ട് കളർ തന്നെ കാണുമ്പോൾ നല്ല രസമാണ്, പക്ഷെ കഴിക്കുമ്പോൾ നല്ല എരിവായിരിക്കും. നമുക്കതിലേക്ക് കരിവേപ്പില, ഇനി അതിലേക്ക് നമ്മൾ കരിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇച്ചിരി വഴറ്റി കൊടുക്കണം. നമുക്ക് ഇതിനകത്ത് പൊടികളൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് വേണം നമുക്ക് ഇലിമ്പൻപുളി ഇടാൻ. കാര്യം ഇലിമ്പൻപുളിക്ക് അധികം വേവൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇലിമ്പൻപുളി എപ്പോഴും ഇലിമ്പൻപുളി ലാസ്റ്റ് വേണം ഇടാനായിട്ട്. അത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ, ഇലിമ്പൻപുളി മാത്രം അച്ചാർ ഇടുകയാണെങ്കിൽ നമ്മൾ ഈ വക സാധനങ്ങളൊന്നും ചേർക്കത്തില്ലല്ലോ. ഇനി ഇതിനകത്ത് വേണ്ടത് ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം.
മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കാര്യം മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതലിടുന്നത് ഞങ്ങളുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടിക്കാണെങ്കിൽ കളർ ഒട്ടുമില്ല. ഞാൻ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ്, ഞങ്ങളങ്ങനെ മേടിക്കാറില്ല. മുളക് പൊടി ഒരു ശകലം ഇട്ടാൽ മതി, കാര്യം എല്ലാം ഭയങ്കര എരിവുള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് കാശ്മീരി ചില്ലിയാണ്, അത് ഇച്ചിരി കളറിന് ചിരിക്കട്ടെ, കൂടുതൽ എരിവൊന്നുമില്ല. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കാം. നല്ല കളറായിട്ടുണ്ട്. നമുക്കതിനകത്ത് ശകലം കായപ്പൊടിയും കൂടി ശകലം ഇട്ടാൽ മതി. നമ്മൾ ഇളക്കിയാണ്. ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇടാം. ഇനി നമുക്ക് ഇതിനകത്ത് എലുമ്പൻ പുളി ചേർക്കാം. വേണ്ട എലുമ്പൻ. ഇതിനകത്ത് ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ. ചിലർ വിചാരിക്കും എന്താ ഈ അച്ചാറിന് ഇഞ്ചി എടുക്കാത്തതെന്ന്. ഈ അച്ചാറിന് എനിക്ക് ഇഞ്ചി ഇടുന്നത് ഇഷ്ടമില്ല. കാര്യം ഉള്ളതെല്ലാം കടിക്കാനുള്ളത് മൊത്തം എരിവൊക്കെയാണ്. അപ്പോൾ ഇഞ്ചിയും കൂടെയൊക്കെ ആകുമ്പം ശരിയാകത്തില്ല, അതുകൊണ്ട് ഇഞ്ചി ഇടാത്തത്. ഇഞ്ചി ഇട്ടില്ലെങ്കിൽ നല്ലത് തന്നെയാണ്, ഞങ്ങളിങ്ങനെ വയ്ക്കാറുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരു സംശയം കാണും, ഇലിമ്പൻ പുളി എന്ന് പറഞ്ഞാൽ ചിലർക്കത് മനസ്സിലാവത്തില്ല. ഇലിമ്പൻ പുളി എന്ന് പറയുന്നത് ഈ പുളിച്ചിക്കാന്ന് പറയും ചിലയിടത്ത്. ഞങ്ങളിവിടെ ഇത് ഇലിമ്പൻ പുളി എന്നാണ് പറയുന്നത്. പുളിച്ചിക്കാന്ന് പറയുന്നിടവും ഉണ്ട് കേട്ടോ. ഇത് പുളിച്ചിക്കാന്നൊക്കെ പറയും. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇവിടെ ഇലിമ്പിക്കാണേ പറയുന്നത്. ശകലം വേണമെങ്കിൽ നമുക്ക് വിനാഗിരി ചേർക്കാം. കാര്യം വിനാഗിരി ചേർക്കുന്നതോട് എനിക്ക് വലിയ ഇതില്ല, നല്ലൊരു ശകലം ചേർക്കുകയാണ് വരുമ്പോൾ. അച്ചാറല്ലേ, അതിൻ്റേതായ ഒരു ഇത് വരട്ടെ. ഇത് വിനാഗിരിയാണ്, ഒരു ശകലം വിനാഗിരി ഒഴിക്കാം, മതി. ഇതിന് പ്രധാനപ്പെട്ട സാധനം ഉപ്പ് ഇതുവരെയൊക്കെ ആഡ് ചെയ്തിട്ടില്ല, നമുക്ക് ഉപ്പിടാം. പരലുപ്പാണ്, ഞങ്ങളുടെ വീട്ടിൽ പരലുപ്പാണ് ഉപയോഗിക്കാറുള്ളത്. പരലുപ്പ് തന്നെ വീട്ടുകളിൽ ഉപയോഗിക്കാൻ നോക്കണം. പൊടിയുപ്പ് ഉപയോഗിക്കാതിരിക്കുക കഴിയുന്നതും. പൊടിയുപ്പിൻ്റെ ആവശ്യം വന്നാൽ പരലുപ്പ് എടുത്ത് നമ്മൾ മിക്സിയിലിട്ട് പൊടിപ്പിച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ മിക്സിയുടെ പല്ലും നല്ലവണ്ണം ഇത് മുറിച്ചേറ് നമുക്ക് പൊടിയുപ്പായി കിട്ടുകയും ചെയ്യും. അത് കുപ്പിയിലിട്ട് വെച്ചാൽ മതി. അല്ല, അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു ബൗളിലേക്ക് പരലുപ്പ് കുറച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാലും മതിയാവും. ഉപ്പ് നോക്കാം. പിന്നെയും ഞാൻ പറയാണ്, ഇത് നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് മുളക് കഴിവത് എല്ലാവരും ഒഴിവാക്കുക. കാശ്മീരി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി വേണം ശരി നമ്മൾ ചേർക്കാനായിട്ട്. പിന്നെ മുളക് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ശർക്കരയോ ഇല്ലെങ്കിൽ ഒരു ശകലം പഞ്ചസാരയോ ചേർക്കാം. ഞാൻ ഇവിടെ ഇതൊന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം ആയിട്ടുണ്ട്. ഞാനിത് തീ ഓഫ് ചെയ്തിടുകയാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ചില്ല് കുപ്പിക്കകത്താക്കി മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിനകത്ത് വെക്കണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. ഇത് കുറച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ മാറ്റി വെച്ചിട്ട് ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലോണം തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കത് അടച്ചു വയ്ക്കാം. വെള്ളം തൊടാതെ അടയ്ക്കാൻ നോക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഞങ്ങൾ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ ടിന്നിനകത്തോട്ട് ആക്കിയത്. നിങ്ങളും ടിന്നിനകത്ത് ആക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് തണുത്തതിന് ശേഷം ആക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ ഞങ്ങളൊരു പ്ലാസ്റ്റിക് ടിന്നിനകത്താണ് ആക്കിയിരിക്കുന്നത്. നല്ലോണം കഴുകിയാക്കി വൃത്തിയാക്കി എടുത്ത് ഒരു വെള്ളം നനവും ഇല്ലാത്ത ഒരു ടിന്നിനകത്താണ് ഇട്ടിട്ട് വെക്കേണ്ടത്. ഗ്ലാസിൻ്റെ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. പുറത്ത് വയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ പുറത്തും വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.